ഹൈ ടു ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഡേ 2 ഓഫ് എക്സ്പെൻ ചലഞ്ച് ഇൻ UK. എല്ലാവർക്കും എൻ്റെ സെക്കൻഡ് ഡേയിലോട്ട് സ്വാഗതം. സോ അപ്പോൾ ഇന്നലെയാണ് ഞാൻ ഒരു സാധനം മറന്നുപോയി. എത്രയായി എന്നുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ മറന്നുപോയി. സോ അത് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഇന്നത്തെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാം. കുനിഞ്ഞിരിക്കുന്ന അവരോട് കാലവേദനിക്കണ്ട, ഞാനത് പൊക്കി പിടിച്ചോളാം. സോ അപ്പോൾ ഇന്ന് ചെല്ലണം, എനിക്കിന്ന് യൂണിയിലോട്ട് പോകണം. പിന്നെന്താ, അത് മാത്രമേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ ഇന്നത്തെ ബാങ്ക് ബാലൻസ് അയച്ചിട്ടുണ്ടോ, എൻ്റെ എത്ര ഉണ്ടെന്ന് ഇന്നലത്തെ ശേഷം. ഇന്നലെ എൻ്റെ 831 ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ 724 ഉണ്ട് കേട്ടോ. ഓക്കെ, 724 ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് എത്ര എക്സ്പെൻസ് ആവുന്നുണ്ട് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ വീട്ടിലാണ്. ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങി എനിക്കിന്ന് നാഷണൽ റെയിൽ പഠിക്കാനുണ്ട്. അപ്പം അത്യാവശ്യം എക്സ്പെൻസ് ഉണ്ട്. സ്റ്റേഷനിൽ പോവുക, അവിടെ നിന്ന് ട്രെയിൻ എടുത്തിട്ട് നാഷണൽ റെയിൽ കിട്ടാനുള്ള എക്സ്പെൻസ്. നാഷണൽ റെയിൽ എന്ന് പറയുമ്പോൾ ഔട്ടറിലോട്ടൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ എടുക്കണം. ആ ട്രെയിൻ കുറച്ച് എക്സ്പെൻസീവ് കേട്ടോ. ഞാൻ പുറത്തിറങ്ങി, നല്ല ക്ലൈമറ്റാണ്, അതുപോലെ നല്ല തിരക്കുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. സോ ആസ് യൂഷ്വൽ ട്യൂബ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ടോ. എൻ്റെ കയ്യിൽ എത്ര ഉണ്ടെന്ന് അറിയില്ല, നമുക്ക് ടാപ്പ് ചെയ്യുമ്പോൾ നോക്കാം. എന്തായാലും എൻ്റെ അടുത്ത് 3 ഉണ്ട് കേട്ടോ ബാലൻസ്. This is the train to Liverpool Street. Next station, Seven Kings. സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണെങ്കിൽ അടുത്ത ട്യൂബ് അടുത്ത ലൈനിലോട്ട് ചേഞ്ച് ചെയ്യുന്നത്. അവിടെ നിന്ന് വാട്ടറിലോട്ടേക്ക് പോകണം. This is the train to Liverpool Street. വാട്ടറിലൊന്ന് ഫാൻ. സോ ഞാൻ ടോട്ടണം എത്തിയാണ്. എനിക്കപ്പോൾ ഇവിടെ നിന്ന് നോർത്തേൺ എടുക്കണം. അപ്പോൾ എത്ര വിഷയമില്ല പറഞ്ഞു, ടോട്ടണം കൂട്ടുകാരുള്ള നോർത്തേൺ എടുക്കണം. ഇത് അത്യാവശ്യം അടിപൊളി സ്റ്റേഷനാണോ. എന്തായാലും ഇതാണ് ഞാൻ വന്ന ട്രെയിൻ. ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. മറ്റേ ഈ ഗ്ലാസ് വെച്ചുള്ളൊരു ഡോറുണ്ട്, അതിനപ്പുറത്താണ് ട്രെയിനിൻ്റെ ഡോർ. ഞാനാണെങ്കിൽ ഫ്രണ്ടിലാട്ടോ ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് നല്ല ബാക്കിലോട്ട് വരണ്ടായിരുന്നു കേട്ടോ, ഈ ലൈൻ ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ വാട്ടറിലും എത്തിയിട്ടപ്പോൾ എനിക്കിനി ഇതിൻ്റെ മേലോട്ട് പോകണം കേട്ടോ. ഇതിപ്പോൾ അണ്ടർഗ്രൗണ്ടില്ല, ഇനി എനിക്ക് മേലെ പോയാലാണ് എനിക്ക് നാഷണൽ റെയിൽ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ, കോളേജിലോട്ടുള്ളത്. ഞാൻ പീക്ക് ടൈം ആയതുകൊണ്ട് നമുക്ക് എത്രയാവും നോക്കാം കേട്ടോ. എനിക്ക് 4 പോയിൻറ്റ് സംതിങ് ആയി. എനിക്ക് 4 പോയിൻറ്റ് സംതിങ് ആയിട്ടാ. എൻ്റെ കാർഡിലാണെങ്കിൽ 3 പോയിൻറ്റ് സംതിങ് ഉള്ളൂ. അപ്പോൾ നെഗറ്റീവ് ആയി. അപ്പോൾ ഞാൻ അടുത്ത റീചാർജ് അടുത്തത് മീൻസ് ഈ കാർഡ് പിന്നെ അടുത്ത പ്രാവശ്യം ടോപ്പപ്പ് ചെയ്യുമ്പോൾ അവരാ പൈസ പിടിച്ചോളൂ. Change at Ashvale for services to Frivolous.
ഞാനപ്പോൾ 10:30 ബുക്ക് ചെയ്യാം. The 09:57 service to Strawberry Hill, calling at Vauxhall, Clapham Junction, Earlsfield, Wimbledon, Grange Park. അപ്പോൾ എനിക്ക് ഈ ട്രെയിൻ എടുക്കാൻ വേണ്ടി മാത്രം 15 pounds കേട്ടോ. അത് പറയുമ്പോൾ നാട്ടിലത്തെ 1500 രൂപ കേട്ടോ എനിക്ക് ഒരു ദിവസം ഈ ട്രെയിൻ എടുക്കാൻ വേണ്ടിയിട്ട്. പേ ബൈ കാർഡ്. Platform 5 is the 09:54 service to Guildford via Epsom, calling at Vauxhall, Clapham Junction, Earlsfield, Wimbledon, Grange Park, Ulster Park, Stoneleigh, Ewell West, Epsom, Ashford, Leatherhead, Hookham, Effingham Junction, Horsley, London, London Road and Guildford. This train has 10 carriages. Some stations have short platforms. If you are travelling to Oxford Park, you will need to travel. അങ്ങനെ ടിക്കറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ എടുത്തിട്ടുള്ള 10:30 കേട്ടോ. ഇപ്പോൾ 9:51. ഇത് സ്കാൻ ചെയ്ത് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ഞാൻ വല്ല ഹോട്ട് ചോക്ലേറ്റ് എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ സ്റ്റാർബക്സിൽ വന്നിരിക്കുക. ഞാൻ സ്റ്റാർബക്സിൽ വരുന്നതാണ്. ഇവിടെ കുറച്ച് എമൗണ്ട് കൂടുതൽ കിട്ടും എനിക്ക് തോന്നുന്നില്ല. കുറച്ച് എമൗണ്ട് കൂടുതൽ കിട്ടും. കാരണം വേണ്ടി മാത്രമാണ് ഞാൻ കേട്ടോ. ഇല്ലാങ്ങനൊക്കെ ഇപ്പോൾ ബാക്കിയുള്ള ഇത്രയാണെങ്കിൽ സ്റ്റാർബക്സിൽ ഇത്രയായിരിക്കും. അതുകാരന് വേണ്ടി മാത്രം ഞാൻ സ്റ്റാർബക്സിൽ കയറി കുറച്ച് കൂടുതൽ കിട്ടുമെന്നാണ്. ഞാനപ്പോൾ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇവിടെ നിൽക്കാം. ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? എൻ്റെ ഹോട്ട് ചോക്ലേറ്റ് ഇവിടെ നിന്നിരിക്കണം. ഇതിൽ വേറെ നിന്നോ നൈസ്. ഇതിന് മേലെ ക്രീമും കൂടി അവിടെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് പോകും. അതെനിക്ക് നല്ല ഇഷ്ടം. സോ ഇതും ആസ് യൂഷ്വൽ 4 കൊണ്ട് കേട്ടോ പൊട്ടി. ബും. ഞാനിപ്പോൾ എന്തെങ്കിലും കുടിക്കണം കേട്ടോ. ഞാൻ സ്റ്റാർബക്സിൽ ഇറങ്ങിയിട്ട് വ്ളോഗ് ചെയ്യുമ്പോൾ പിന്നെ ഒരു സെക്യൂരിറ്റി വന്നിട്ട് ഇവിടെ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഓഫീസിൽ പോയിട്ട് പെർമിഷൻ ചോദിക്കണം, എന്നാലേ വ്ളോഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊക്കെ കുറേ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് പിന്നെ വ്ളോഗ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ട്രെയിനിലെത്തി. എനിക്കിവിടെ നിന്ന് 1 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടാവും എൻ്റെ കോളേജിലോട്ട്. അതുപോലെ എനിക്ക് 15 പൗണ്ട് പൊട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് അത്യാവശ്യം നന്നായിട്ട് എക്സ്പെൻസീവ് പോകുന്ന ദിവസം, കോളേജിൽ പോകുന്ന ദിവസം. ഒന്ന് വെച്ചിരുന്ന ട്രാവലിങ്, പിന്നെ ഒന്ന് വെച്ചാൽ ഫുഡ്. ഇത് രണ്ടിനാണ് ഇപ്പോൾ പൈസ നന്നായി പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട് കുറച്ച് പേര്. മലയാളീസാണ്. അപ്പോൾ ഒരു ഫ്രണ്ട് ലണ്ടനിലുള്ളതാണ്. പക്ഷേ അവനിപ്പോൾ അവിടെ യൂണി അക്കോമഡേഷനിൽ ഒരു ഫ്രണ്ടിൻ്റെ അപ്പം ഒരു 4 ദിവസത്തിന് വേണ്ടി അവിടെ നിൽക്കേണ്ട. അവനെന്തോ ഷൂട്ട് എന്നുള്ളതുകൊണ്ട് അവനവിടെ നിൽക്കേണ്ട. അപ്പോൾ ഞാൻ എന്തായാലും കോളേജിൽ പോയിട്ട് കയറണം. ഈ വേറെ കാണിക്കാനൊന്നുമില്ല, അതുകൊണ്ടാണ്. ഈ ട്രെയിൻ 9:10 10:30 എന്ന് പറയുമ്പോൾ ഈ ട്രെയിൻ എടുക്കുന്നത്. ട്രെയിനിൽ ഈ ഒരു ടൈമിൽ ആരും ഇല്ലാതെ തോന്നില്ല കേട്ടോ. മീൻസ് ഇത്ര ലേറ്റ് ആയല്ലോ. അങ്ങനെ ആൾക്കാർ കുറവായിരുന്നു. അതുമല്ല കോച്ചസും കുറവാണ്. ഞങ്ങൾ നേരത്തെ പോകുന്ന ടൈമിൽ ഒരു 7:30 പോവുകയാണെങ്കിൽ ഒരു 12 കോച്ചൊക്കെ ആയിരിക്കും. ഇതിപ്പോൾ 4 കോച്ചൊക്കെ ഉള്ളതാണ്. സോ ഗൈസ്, ഞാനിപ്പോൾ യൂണിയിലെത്തിയിട്ടാ. ഞാൻ എന്നിട്ടിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹോസ്റ്റലിലാണ്. അവളെനിക്ക് എന്താ പറയുക, ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ വന്ന് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നാട്ടാ. ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കണം എന്ന് പറയുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് വയ്യായിരുന്നു. എങ്ങനെ ഈ ബട്ടർ ചിക്കൻ കിട്ടി? ആർട്ടിസ്റ്റ് കഴിച്ച് നോക്കാം. ടേസ്റ്റ് ഉണ്ടാ നോക്കാം.
ഇതിന് പൈസ കൊടുക്കണം കേട്ടോ, അത് ഫ്രീ ആണ്. ഇറ്റ് ടേസ്റ്റ് ഗുഡ് ആക്ച്വലി. ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ ക്യാമ്പസിൻ്റെ ഉള്ളിലൊരു ഇങ്ങനെ ഇരിക്കാനുള്ളതുണ്ട്, ഒരു സ്ഥലമുണ്ട്. സത്യം പറഞ്ഞാൽ വെയിൽ കൊള്ളാനുള്ളൊരു സ്ഥലമുണ്ട് അതല്ലേ. അത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ജിത്തും അവരൊക്കെ റൂമിൽ പോയിട്ടാ. എനിക്കാണെങ്കിൽ വ്ളോഗ് എടുക്കാനും ഒരു മൂഡല്ല, എന്താ പറയുക, തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ വ്ളോഗ് എടുത്തില്ല, വയ്യ ശരിക്കും. പനി പിന്നെയും കൂടി. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അവിടെ ഇന്നാണെങ്കിൽ അതോ അവിടെ ഫ്രീ ആയിട്ട് സൈക്കിളൊക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ ഒരു പ്ലാനുമില്ല, കേട്ടോ. ഇനി എന്ത് ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തു. ഇനി എനിക്ക് തിരിച്ചു വേണം കേട്ടോ. എനിക്കാണെങ്കിൽ പിന്നെ വേറെ എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല കേട്ടോ. ഞങ്ങളപ്പോൾ ചിലപ്പോൾ കോഫി കുടിക്കാൻ വേണ്ടി പുറത്ത് പോകും. നോക്കാം എന്തായാലും. ഇവിടെ ഇരിക്കാൻ നല്ല വൈബാട്ടോ. എടാ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ಬೈ ಅದಿದ್ದಿ, ಎಂಜಾಯ್ ಮಾಡಿ. സോ ഞാൻ സത്യം പറഞ്ഞേ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. മീൻസ് നല്ല മടിയുണ്ട് വ്ളോഗ് ചെയ്യാനൊക്കെ. ഞങ്ങളിപ്പോൾ കുറച്ച് നേരം അവിടെ ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് പോയിരുന്നു, നേരത്തെ കാണിച്ചത്. അവിടെ പോയിരുന്നു. അവിടെ ഞങ്ങൾ എനിക്കൊരു കോഫി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞില്ല. പിന്നെയും റൂമിലോട്ട് വന്നു. പിന്നെ ഞങ്ങളൊരു പാർസൽ എടുക്കാൻ പോയിട്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെയും റൂമിലോട്ട് വന്നു. അതാണെങ്കിൽ 2 വലിയ ബോക്സ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക, അത് കഴിഞ്ഞിട്ടൊന്നും പറയാനില്ല. ഞാൻ എന്താ തിരിച്ച് വീട്ടിലോട്ട് പോവാ, എനിക്ക് ട്രെയിനുണ്ട്. പിന്നെ ജിത്തും അവരൊക്കെ സിനിമയ്ക്ക് പോയിട്ടോ. ഏതായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ, അങ്ങനെന്തോ നിവിൻ പോളിൻ്റെ പുതിയൊരു പടം കേട്ടോ, അതിനെ പോയി. ഞാനപ്പോൾ തിരിച്ച് ലണ്ടനിലോട്ട് പോകട്ടോ. ഞാനിപ്പോൾ ഫണ്ണാം സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇതാണ് ഫണ്ണാം സ്റ്റേഷൻ, ചെറിയൊരു സ്റ്റേഷൻ കേട്ടോ. ചെറിയൊരു സ്റ്റേഷനാണ്. ഇനി എനിക്കൊരു അരമണിക്കൂറിൻ്റെ ട്രെയിൻ പോകണം. അപ്പോൾ ഞാനിവിടെ വെയിറ്റിംഗ് ഏരിയയിലിരിക്കാൻ. ഞാൻ തിരിച്ച് വാട്ടറിലും എത്തിയിട്ടോ. എനിക്ക് നല്ല തലവേദനയായിരുന്നു, പിന്നെ സൗണ്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ഫണ്ണാമെന്ന് കയറിയപ്പോൾ തൊട്ട് ഞാനിപ്പോൾ വാട്ടറിലും എത്തി. ഇനി എനിക്ക് എൻ്റെ ഓയിസ്റ്ററൊന്ന് റീചാർജ് ചെയ്യണം. രാവിലെ പോയപ്പോൾ തന്നെ മൈനസ് ആയിട്ടായിരുന്നു. അപ്പോൾ അതെനിക്കൊന്ന് റീചാർജ് ചെയ്യണം, എന്നാലാണ് ഇവിടെ ടാപ്പ് ഇൻ ചെയ്ത് ആവുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകട്ടാ. ടാപ്പ് ചെയ്യാം. ഇത് 10 കൊണ്ടിട്ട് കൊടുക്കും. ഫോർ യുവർ ട്രാൻസാക്ഷൻ കണ്ടിന്യൂ. ഓക്കെ. അതിനുശേഷം നമ്മുടെ ബാങ്ക് കാർഡ് ഇടുക കേട്ടോ. ബാങ്ക് കാർഡ് ഇവിടെ ഇടുക. ഇതിലൂടെ പാസ്വേഡ് അടിക്കണം. എന്നിട്ട് ഓക്കെ കൊടുക്കും. ഓക്കെ, ട്രാൻസാക്ഷൻ അപ്രൂവ്ഡായി. ഇനി ഓയിസ്റ്റർ എടുത്തിട്ടൊന്ന് ടാപ്പ് ചെയ്ത് തന്നെ 19 pounds ചെയ്ത. ഇനി നമുക്കപ്പോൾ തിരിച്ച് ഇന്നത്തെ എക്സ്പെൻസ് ഇതൊക്കെ ആട്ടോ. 10 pound ഇങ്ങോട്ടൊന്നും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ചെയ്ത്.
ജസ്റ്റ് ഗെറ്റ് ഇൻ. ഇപ്പോൾ 9 pound സംതിങ് ബാലൻസ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. സെയിം രാവിലെ ഇങ്ങനെയാണ് വന്ന് അതുപോലെ തന്നെ പോകണം കേട്ടോ. അത് പറയുമ്പോൾ ഇവിടുന്ന് നോർത്ത് വാൻ എടുത്തിട്ട് ടോട്ടനം കോട്ട് റോഡ്, അവിടെ നിന്ന് എലിസബത്ത് എടുത്തിട്ട് വീട്ടിലോട്ട് ഗുഡ് മൈസ്. ഇപ്പോൾ ടാപ്പ് ഔട്ട് ചെയ്തപ്പോൾ 2.10 ഉണ്ടായത്. ഞാനപ്പോൾ ഇനി ഗുരുദ്വാരയിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകണം. എനിക്ക് നല്ല വയ്യ. അതുമല്ല ഞാൻ ഇന്നത്തെ എക്സ്പെൻസ് ഞാൻ എന്തെങ്കിലും വീട്ടിലെത്തിയിട്ട് പറയാം കേട്ടോ. സോ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. സോ ഞാൻ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടാ. ഗുരുദ്വാരയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ വീട്ടിലെത്തി. ടാഗൊക്കെ അതിങ്ങനെ ഊരി വെക്കട്ടെ. സോ അപ്പോൾ ഞാൻ ഇന്നത്തെ എത്ര എക്സ്പെൻസ് ആയെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് ഇന്നലത്തെ എക്സ്പെൻസ് മീൻസ് എക്സ്പെൻസ് എത്രയെന്ന് പറയാൻ പറ്റിയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തുനിന്ന് തന്നെ വീട്ടിലെത്താത്തപ്പോൾ സൈൻ ഓഫ് ചെയ്തു, കുറച്ച് തിരക്കുണ്ടായിരുന്നു, അത് കാരണം കൊണ്ട് പറയാൻ പറ്റിയില്ല. ഞാനപ്പം ഇന്നത്തെ ഞാൻ നോക്കട്ടെ കേട്ടോ ഒരു മിനിറ്റ്. രാവിലെ എൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ 724 pounds ആയിരുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് 694 pounds കേട്ടോ. കാണുന്നുണ്ടോ? ഓക്കെ, എൻ്റെ കയ്യിൽ 694 pounds. അപ്പോൾ എത്ര പൗണ്ട്സ് പോയി ഞാൻ നോക്കട്ടെ കാൽക്കുലേറ്ററോടെ. ഓക്കെ, അപ്പോൾ ഇന്ന് എനിക്ക് 30 pounds ആട്ടെ ചിലവെന്ന്. എനിക്കപ്പോൾ ഇന്ന് ഒരു ദിവസം യൂണിലോട്ട് പോകുന്നുണ്ട് 30 pounds വിത്ത് ഫുഡ് അല്ല. ഫുഡ് എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ മീൻസ് ആ റൂമിൽ നിന്ന് കഴിച്ചത്. അപ്പോൾ എനിക്ക് എക്സ്പെൻസ് കൂടിയില്ല. അഥവാ ഞാൻ പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെയും എക്സ്പെൻസ് കൂടും. അപ്പോൾ എനിക്ക് ഇന്ന് എക്സ്പെൻസ് ആയത് നാട്ടിലത്തെ 3000 രൂപ കേട്ടോ. 3000 രൂപ. അപ്പോൾ എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചാൽ എക്സ്പെൻസീവ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ആയത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. എൻ്റെ ഇവിടെ നിന്ന് ട്യൂബ് എടുത്തിട്ട് വാട്ടർലൂ പോയി, വാട്ടർലൂ നിന്ന് നാഷണൽ ഹൈൽ എടുത്തിട്ടാണ് ഞാൻ എൻ്റെ അങ്ങോട്ട് പോകണം, യൂണിലോട്ട് പോകണം. അപ്പോൾ അത് എക്സ്പെൻസീവ് ആണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.